CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി. ധാക്കയിലെ സെൻട്രൽ ഓഫീസ് പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. CJP പ്രക്ഷോഭത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, നമ്മുടെ രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ ഇത്തരത്തിലൊരു കലാപ നീക്കം നടത്തുകയാണ് പാറ്റാ പാർട്ടി. ആ ഒരു പാറ്റാ പാർട്ടിക്ക് ഇപ്പോൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി. നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഹിന്ദു വിഭാഗം നേരിടുന്ന അത്രയും കൊടും ക്രൂരതകളെല്ലാം നടത്തുന്ന അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. അത്രത്തോളം ഭാരതീയരെ വെറുക്കുന്ന ആ ഒരു വിഭാഗം ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ആ ഒരു സംഘർഷത്തെ, ആ ഒരു കലാപ നീക്കത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുകയാണ്. ധാക്കയിലെ സെൻട്രൽ ഓഫീസ് പുറപ്പെടുവിച്ച ആ ഒരു പ്രസ്താവന ജനം TV കാണിക്കുന്നുണ്ട്. പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ഒരു വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഐസൺ ജോസ്. തീർച്ചയായും അമൽ, ഏറ്റവും കൃത്യമായ ഒരു നിരീക്ഷണമാണ്. അതായത് പരസ്യമായൊരു പിന്തുണ തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി. ഉപാധിരഹിതമായ പിന്തുണ നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് ആ പ്രസ്താവനയിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നത്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത്, നിർണായക പാർട്ട് പ്രത്യേകമായി നിരീക്ഷിക്കപ്പെടേണ്ടത്, ഇതിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫ് ആരംഭിക്കുന്നത് തന്നെ ഇൻ ദ ഗ്ലോറിയസ് ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് സ്റ്റുഡൻസ് ഹാവ് ഓൾവേസ് ബീൻ അറ്റ് ദ ഫോർഫ്രണ്ട് ഓഫ് ദ സ്ട്രഗിൾ എന്നാണ്. അതായത് വലിയൊരു മുന്നേറ്റത്തിൻ്റെ, വലിയ ഇസ്ലാമിക മുന്നേറ്റത്തിൻ്റെ മുൻനിരയിൽ എന്നും വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ അവരുടെ പ്രസ്താവനയുടെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഉപാധികളില്ലാത്ത പിന്തുണ നൽകുന്നു, അതുപോലെ തന്നെ മുന്നേറ്റത്തിന് ശക്തമായ ഇത്തരം മുന്നേറ്റങ്ങളെ അഭിനന്ദിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലുള്ള സ്വാഭാവികമായ പരാമർശങ്ങളൊക്കെ അതിലുണ്ടെങ്കിലും ഇത്രയും നിർണായകമായൊരു പരാമർശം ഈ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തീർച്ചയായും നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലുള്ള പല സംശയങ്ങളും ഉയർത്തുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് വഴിവെക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പലതവണ പല പ്രസ്താവനകളും നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതുപോലെ തന്നെ ഈ ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തുകയും ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള ആൾക്കൂട്ട പ്രക്ഷോഭങ്ങൾ നടത്തി അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമുള്ള, അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത, ഏറ്റവും പുതിയ കാലത്ത് വരെ അതിന് പിന്നിൽ നിൽക്കുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ ഒരു പിന്തുണ ഈ പ്രക്ഷോഭത്തിനുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന് അതീവ ഗൗരവമുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു ഇൻ്റർനെറ്റ് ക്യാമ്പയിൻ തുടങ്ങി വെച്ച കാലത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങളൊന്നും തന്നെ അവർ മുന്നോട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ അത് ഒരു ആശയപരമായ വിഷയങ്ങളായി ഉയർത്തിക്കൊണ്ടുവരികയോ ചെയ്തിരുന്നില്ല. പക്ഷേ അതിനുശേഷം വീണ്ടും ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി വീണ്ടും ഒരു പ്രശ്നമായി അത് വളർന്നു വരുമ്പോൾ അതിൽ ചില രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാകുന്നു. ആർട്ടിക്കിൾ 370 പരാമർശിക്കപ്പെടുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വേണം എന്നൊക്കെ രീതിയിലുള്ള പരാമർശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. ഇപ്പോൾ അതൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ വേദിയിൽ തന്നെ അത്തരമൊരു നീക്കമുണ്ടാകുന്നു. അത്തരത്തിലുള്ള എല്ലാ ഒരു ഓർഗനൈസ്ഡായ ഒരു നീക്കങ്ങൾ ഇതിന് പിന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചില വിദേശ ശക്തികളുടെ പിന്തുണയോടെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ബംഗ്ലാദേശിലെ സംഘടനകൾ ഏത് രീതിയിലാണോ ന്യൂനപക്ഷങ്ങളെ കൈകാര്യം ചെയ്തത് അതേ രീതിയിലുള്ളൊരു പ്രക്ഷോഭമായി ഇതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നൊരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പലതരത്തിലുള്ള നീക്കങ്ങളും ചമയ്ക്കുക എന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം പ്രക്ഷോഭങ്ങളെല്ലാം നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അതീവ ഗൗരവമുള്ളൊരു സാഹചര്യം, അതായത് ഗ്ലോറിയസ് ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിജയകരമായ അല്ലെങ്കിൽ വൻ വിജയമായി മാറിയ ഇസ്ലാമിക പ്രക്ഷോഭങ്ങളുടെ ചരിത്രത്തിൽ നിർണായക സ്ഥാനം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകേണ്ടത് അനിവാര്യമാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശം വരുമ്പോൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഇതിന് പിന്നിലുള്ള പിന്തുണയായി വരുന്നത് എന്നതിൻ്റെ ഒരു കൃത്യമായ സൂചകം തന്നെയാണ് ഈ പ്രസ്താവന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതീവ ഗൗരവമുള്ളൊരു സാഹചര്യം തന്നെയാണ് ഇതിൽ നിന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നതും ഒരു വസ്തുതയാണ്. മാത്രമല്ല, മറ്റു പല വിഷയങ്ങളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഷെയ്ഖ് ഹസീന ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം, ഡിസംബറോടെ പോകുമെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നൊരു സാഹചര്യം. ഇത്തരത്തിൽ പല വിഷയങ്ങളും ഭാരതത്തിനെതിരെ തിരിയാൻ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചില നീക്കങ്ങളുടെ കൂടി ഭാഗമായാണ് ഈ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി നിരീക്ഷിക്കാനാകുന്നത്. അമൽ.